നല്ല ഹ്യൂമറസ് പടമാണ്. നല്ല പടം. വെരി ഗുഡ്. താങ്ക് യു. സന്തോഷം. നല്ല ഗംഭീരമായിട്ട്. It was very nice. I really liked the movie. How excited are you seeing yourself in screen with our Malayalam audience? I was really very excited because this is my first Malayalam movie, so it was really overwhelming and really nice. അടിപൊളി. നല്ലൊരു കോമഡി മൂവി. സൂപ്പറല്ലേ? സൂപ്പറായി. നല്ല സിനിമയായിരുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോഴും സ്ഥിരം പറയുന്ന പോലെയല്ല, തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ പ്രമേയം അതിലുണ്ടായിരുന്നു. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രമേയം ഉണ്ടായിരുന്നു. അതെ പടം ഒരു ഏരിയ കഴിഞ്ഞ് കഴിയുമ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ്. നല്ല സിനിമയായിരുന്നു. ഒരുപാട് എല്ലാവരും കൂടി വരുമ്പോൾ പേടിയാണല്ലോ. തിരിച്ചു വന്നിരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. രസമുണ്ടായിരുന്നു പടം കാണാനായിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പടം ലിഫ്റ്റ് ആയത് വേറെ ലെവലിൽ തന്നെയായിരുന്നു. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മളെപ്പോഴും പറയില്ല, നമുക്ക് ഇത്ര സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വിഷയങ്ങൾ വളരെ കുറവാണെന്ന് പറയുമ്പോൾ ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എല്ലാവരും അടിപൊളിയുണ്ട്. ശരി, നിങ്ങൾ സിനിമ കണ്ടോ? ഇഷ്ടമായോ? കോംബോ നല്ല അടിപൊളിയായിട്ട് ഉറപ്പായിട്ടുണ്ട്. ഫാമിലിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി. എല്ലാവരും കാണാം. തിയേറ്ററിൽ തന്നെ വന്ന് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല കോമഡി പടമാണ്. എല്ലാവരും കണ്ടു. ആദ്യത്തെ അരമണിക്കൂർ ഇച്ചിരിലെ ലോകമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ലതായിട്ടില്ല. ലാലുവിലസ് അടിപൊളിയായിട്ടില്ല. ലാലുവിലസ് ഉഗ്രനായിട്ടില്ല. ലാലുവിലസ് എല്ലാവർക്കും നല്ല ഏറ്റവും നല്ല ലാലുവിലസിന്റെ കുറേ നാൾ കൂടി നല്ല റോഡ് കാണും കേട്ടോ. കുഴപ്പമില്ല, അടിപൊളി പടം. തമാശ ചിരിക്കാനുണ്ട്. നല്ല ചിത്രം. ബിപിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണൻ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മതത്തിൻ്റെ കുറച്ച് എല്ലാ മതങ്ങളിലും ചെറിയ അന്ധവിശ്വാസങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒരു പൊളിച്ചെഴുത്ത് എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒരു മതത്തിനെ കേന്ദ്രീകരിച്ചാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. എല്ലാ മതങ്ങളിലും ഉണ്ട്. അങ്ങനത്തെ അത് തിരിച്ചറിയേണ്ട ജനങ്ങളാണെന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ലാലു ലക്സ് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള അതിശക്തമായിട്ടുള്ളൊരു കഥാപാത്രം. അലൻസിയർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ കൂടി ഉള്ളവരൊക്കെ നല്ല രീതിയിൽ ചെയ്ത്, ധർമ്മജൻ, അതേപോലെ അശോകൻ ചേട്ടൻ, എല്ലാം നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെയുണ്ട്. നല്ലൊരു ചിത്രം. പടം അടിപൊളി പടം. നമുക്ക് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാം. നമുക്ക് മുമ്പ് പ്രിയർസും സത്യനന്ദിക്കാണ്ട് സിനിമ കാണുന്നത് പോലെ ചിരിക്കാം. ചിരിച്ച് നമ്മുടെ ജീവിതം നല്ലൊരു, കാരണം കുറച്ച് നിമിഷങ്ങൾ നമുക്ക് മണിക്കൂറുകൾ ഉല്ലസിക്കാം. കാരണം അത്രയ്ക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ വിപിൻ ജോർജിനെ പോലെ രഞ്ജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടർമാരാണ് ഈ ചെയ്തേക്കുന്നത്. ആ കൂട്ടുകെട്ടും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാലു അലക്സൻ, അശോകൻ ചേട്ടൻ്റെയൊക്കെ പറയാനൊന്നുമില്ല. കാരണം പള്ളിയിൽ അച്ഛനായിട്ടുള്ള റോളും നമുക്കിപ്പോഴും ഓരോ സീനും ഡയലോഗും കേൾക്കുമ്പോൾ നമുക്ക് കോമഡി ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റിയ സിനിമ. മുമ്പ് മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കോമഡികളും മറ്റും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം ധൈര്യപൂർവ്വം പറയാം. ഓക്കെ, നല്ലൊരു സിനിമ ഞാൻ പൂർവ്വത്തുണ്ട്. സൂപ്പർ. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ രണ്ടുപേരും ഒന്നിച്ച ഒരു രണ്ടാമത്തെ ഒരു പടം അങ്ങനെ പറയാം. ഒരു ഇടിയുണ്ട്, പിന്നെ തമാശ ഉണ്ട്, പിന്നെ ഓരോ വിശ്വാസങ്ങൾ, ഓരോ മതന്യ വിശ്വാസങ്ങൾ, അങ്ങനത്തെ ഒരു കഥയാണ് ഇത്. പിന്നെന്താ, പിന്നെ ഇടി നല്ല ഫാമിലി പടമാണ്. ചെറുത ഫാമിലി പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, കുഴപ്പമൊന്നുമില്ല.